നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഒരു ക്രിസ്മസ് ദിനമാണ്, ഒരു ക്രിസ്മസ് വൈകുന്നേരമാണ്. എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല. ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു തിരുത്ത് വേണം എന്നുള്ളത് കൊണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്ന് ഇനിയും നിങ്ങളൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ആ കരുതൽ, ആ ചിന്ത തെറ്റാണോ എന്ന ഒരു പുനർവിചിന്തനം വേണ്ടേ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേരളത്തിലെ BJPയുടെയും ഒക്കെ ഇരട്ടത്താപ്പ്, ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്ന ഒരു പ്രകടനപരത, അത് എത്രത്തോളം പൊള്ളയാണ്, അതിൽ ഇരട്ടത്താപ്പ് എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ദൃശ്യം അതാദ്യം പ്രേക്ഷകരൊന്ന് കാണുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതാണ് മേലത്തെ വീഡിയോ. അതിൽ മോദി പല രീതിയിൽ, പല രൂപത്തിൽ, ഫലഭാവത്തിൽ ധ്യാനിച്ചൊക്കെ ഇരുന്ന് കൈകൂപ്പി തൊഴുത് ഒക്കെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുകയാണ്. മറുവശത്ത് സംഘപരിവാർ അനുകൂലികളും ഹിന്ദുത്വവാദികളും ഒക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ്. ഇത് രണ്ടും ഒറ്റ ഫ്രെയിമിൽ തന്നെ നമ്മളൊന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഇരട്ടത്താപ്പാണ് ഇവർ നടത്തുന്നത്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ, സാന്താക്ലോസ് രൂപങ്ങൾക്ക് നേരെ ഒക്കെ, ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് നേരെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ ഒരു വശത്ത് നടത്തുന്നത് ആരാണ്? ഈ സംഘപരിവാർ അനുകൂലികൾ തന്നെയാണ്. അത് ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് ഇവിടെ രാജീവ് ചന്ദ്രശേഖറും ഈ പറയുന്ന ഷോൺ ജോർജും അതുപോലെയുള്ള കുറേ നേതാക്കൾ, അനൂപ് ആൻ്റണി എന്ന മറ്റു പേരുള്ള ഒരുത്തരും ഒക്കെ ചേർന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് ക്രൈസ്തവരുടെ രക്ഷകർ ഞങ്ങളാണ്, ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങളാണ്, ക്രൈസ്തവരെ ആക്രമിക്കാൻ വരുന്നത് മറ്റവന്മാരാണ്, അവന്മാരിൽ നിന്ന് ക്രൈസ്തവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ക്രൈസ്തവരെ തകർക്കാൻ വേണ്ടി മറ്റവന്മാരുണ്ടാക്കി വിട്ടതാണ്, അതിൽ നിന്ന് ക്രൈസ്തവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നൊക്കെ പറയുന്ന ഈ സംഘപരിവാർ BJP നേതാക്കളുടെ ഉള്ളിലെ പൊള്ളത്തരം എത്രത്തോളമാണ് എന്ന് ഇനിയെങ്കിലും ക്രൈസ്തവ സമൂഹം, കേരള സമൂഹം തിരിച്ചറിയണം. ഞാൻ ഇന്നിനി കാണിക്കാൻ പോകുന്ന കുറേ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു പരാമർശം, ഒരു നടുക്കം, ഒരു അപലപിക്കൽ കേരളത്തിലെ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആദ്യം ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് സുബൈർ, അദ്ദേഹം എക്സിൽ പങ്കുവെച്ച വീഡിയോയാണ്. ഈ വീഡിയോയ്ക്ക് കൊടുത്തൊരു തലക്കെട്ട് നോക്കുക: ഹിന്ദുത്വ ഗൂൺസ് അസോസിയേറ്റഡ് വിത്ത് ഫാർ റൈറ്റ് ഓർഗനൈസേഷൻസ് വാൻഡലൈസ്ഡ് ക്രിസ്മസ് ഡെക്കറേഷൻസ് അറ്റ് മാഗ്നെറ്റോ മോൾ ഇൻ റായ്പൂർ, ഛത്തീസ്ഗഡ്. അതിൽ ദൃശ്യങ്ങൾ നോക്കുക. കാവി തുണിയൊക്കെ തലയിൽ കെട്ടിയിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് അവിടുത്തെ ഒരു മാളിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് തൂക്കിയിരുന്ന ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സാന്താക്ലോസിൻ്റെ രൂപം, അതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ തച്ച് തകർക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ആ മാളിൻ്റെ ചുറ്റും സ്ഥാപിച്ചിരുന്ന വലിയ കമാനങ്ങൾ, സാന്താക്ലോസിൻ്റെ രൂപം, അങ്ങനെയുള്ള സകല സാധനങ്ങളും അടിച്ച് തകർക്കുകയാണ്. എന്താണ് പ്രകോപനം? ഇപ്പോൾ BJPക്കാർ ഇതിനൊരു മറുകഥ ചമയ്ക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് അവിടെ ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു ചില ഹിന്ദുത്വ സംഘടനകൾ. ക്രിസ്മസ് ദിനത്തിൽ തന്നെ വേണം ഇവർക്ക് ബന്ദ് ആഹ്വാനം ചെയ്യാൻ. അപ്പോൾ ഈ ബന്ദിൻ്റെ ഭാഗമായി അവിടെ ഈ മാള് തുറന്നപ്പോൾ, അതുമായി, അതായത് ബന്ധുമായി സഹകരിക്കാതെ മാള് തുറന്നപ്പോൾ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇത് എന്നും, അതൊരിക്കലും ക്രിസ്തുമസിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമല്ല എന്നും ഒക്കെ സംഘപരിവാറുകാർ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അവർ ക്രിസ്മസിനോടും ക്രൈസ്തവ ആരാധനയോടുമുള്ള വെറുപ്പും വിദ്വേഷവും തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇനി നോക്കുക, മറ്റൊന്ന്, റോഷൻ റായ് എന്ന് പറയുന്ന ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ എക്സിൽ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യമാണ്. Members of a right-wing organizations came outside of a church which was decorated for Christmas and started chanting Hanuman Chalisa. This is what Modi has done in the last 11 years. This will be his biggest legacy that he left India with എന്ന് പറഞ്ഞിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. അതായത്
ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് കുർബാനയും മറ്റ് ആഘോഷങ്ങളുമൊക്കെ നടത്താൻ വേണ്ടി അലങ്കരിച്ചൊരു ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് സംഘപരിവാർ അനുകൂലികൾ, തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പിൻ്റെ ആളുകൾ നിന്നിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലി പ്രകോപനമുയർത്തുകയാണ്. ഇതെവിടെയാണ് നടക്കുന്നത്? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ, മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ ഭരണഘടന ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ ആരാധന നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഈ ഞങ്ങൾ പറയുന്നത് മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഇമാതിരി വൃത്തികേടുകൾ, പേക്കൂത്തുകൾ അരങ്ങേറുന്നത്. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ മറ്റൊരു മതവിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, വിഷമിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ ആരാധനാലയത്തിന് മുന്നിൽ ചെന്നിട്ട് ഒരു വക വെല്ലുവിളി കണക്ക് ഈ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം. അതായത് ഞങ്ങൾക്കിഷ്ടമുള്ളിടത്ത് ഞങ്ങൾ എന്തും ചെയ്യും, നീയൊക്കെ സഹിച്ച് നിന്നാൽ മതി എന്നുള്ള പരോക്ഷ പ്രഖ്യാപനമാണ് ഇത് ഈ രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. ഗുജറാത്തിലും രാജസ്ഥാനിലും പല സംസ്ഥാനങ്ങളിലും നബിദിനത്തിൻ്റെ സമയത്ത് മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ ഇതുപോലുള്ള ഓരോ കീർത്തനവും വെച്ചിട്ട് DJ പാർട്ടി നടത്തിയിട്ടുണ്ട് സംഘപരിവാറിൻ്റെ ആളുകൾ. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വിചാരിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാ ക്രിസ്മസ് ആയപ്പോൾ അടുത്തടി ക്രിസ്ത്യാനികൾക്കും കൊടുത്തു. ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുഹമ്മദ് സുബൈർ തന്നെ പങ്കുവച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ നോക്കുക. ഓൺ ക്രിസ്മസ് ഈവ് വിശ്വ ഹിന്ദു പരിഷത്ത് ആൻഡ് ബജ്രംഗ് ദൾ ഗൂൺസ് entered St. Mary's School in Panigaon, Nalbari. Slogans like Jai Sri Ram and Jai Hindu Rashtra. They destroyed and set fire to all Christmas decorations and prepared at the school. അതായത് ഒരു സ്കൂളിലേക്ക് ഇരച്ച് കയറിയിട്ട് ഈ ബജ്രംഗ് ദളിൻ്റെ ആളുകൾ അവിടെ പുൽക്കൂടിനൊക്കെ തീയിടുകയാണ്. ക്രിസ്മസ് പാപ്പയുടെ തൊപ്പി എടുത്തിട്ട് കത്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സംഘടനകളൊക്കെ കേരളത്തിലുണ്ടല്ലോ. ഈ സംഘടനകളൊക്കെ കേരളത്തിലുണ്ട്. ഏത് ബജ്രംഗ് ദളുണ്ട്, VHP ഉണ്ട്, മറ്റ് പല സംഘടനകളുമുണ്ട്. ഇവരൊക്കെ ധൈര്യമുണ്ടോ കേരളത്തിൽ ഈ പണി കാണിക്കാൻ? അടിച്ച് മുട്ടുകാലിൻ്റെ ചിരട്ട പുറത്തെടുത്തിട്ട് പിള്ളേർ മണ്ണപ്പം ചുട്ട് കളിക്കും കേരളത്തിൽ ഈ പണി കാണിച്ചാൽ. അതാണ് നമ്മുടെ സംസ്ഥാനം എത്രത്തോളം മഹത്തരമാണ് സംഘപരിവാർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ വികസനമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സർക്കാരിനെയും ഇവിടുത്തെ മുൻ ഭരണകൂടങ്ങളെയൊക്കെ BJP വിമർശിക്കുന്നുണ്ടല്ലോ. BJP പറയുന്നത് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ്. അവരുദ്ദേശിക്കുന്ന മാറ്റം എന്താണ്? ഇതൊക്കെയാണ്. ബജ്രംഗ് ദളും മറ്റ് ദളും കുരങ്ങ് സേനയും ഒക്കെ കടന്ന് അർമാദിക്കും. ഇപ്പോൾ അവർക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് BJP വലിയ തോതിൽ കടന്ന് വിഷമിക്കുന്നത്. കേരളം എല്ലാത്തിലും പിന്നിലാണ്, മറ്റ് സംസ്ഥാനങ്ങൾ UP ഒക്കെയാണ് മുന്നിലെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ നടക്കുന്നത് ഇതുപോലുള്ള മുന്നിൽ കൊണ്ടുപോകലാണ് BJP ഉദ്ദേശിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. സംഘപരിവാറിനെ വിശ്വസിച്ച് BJPയെ വിശ്വസിച്ച് അവർ ഭരിക്കാൻ വന്നാൽ ഇവിടെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതുന്നവർ ശ്രദ്ധിക്കുക. ഈ മാതിരി പണികളാണ് ഇവരുടെ സംസ്ഥാനങ്ങൾ, ഇവരുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത്തരം ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇവിടെ മറ്റു മതക്കാരെ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികളെ കടന്നാക്രമിക്കുകയാണ് പലയിടത്തും. ഛത്തീസ്ഗഡിലൊക്കെ കഴിഞ്ഞ ദിവസം പണ്ട് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ക്രൈസ്തവർ സംഘടിതമായിട്ട് റാലി നടത്തുകയായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു റാലി. അങ്ങനെ പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കൃത്യമായി അടിച്ചമർത്താനുള്ള നടപടികൾ, അതായത് ഈ അക്രമകാരികളെ അടിച്ചമർത്താനുള്ള നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇവർ അഴിഞ്ഞാടുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ തൊട്ടപ്പുറത്ത് കർണാടകയിൽ BJP ഭരിക്കുന്ന സമയത്ത് ഈ മംഗലാപുരം, മണിപ്പാല് തുടങ്ങിയ പല പ്രദേശങ്ങളിലും, ഈ കേരളവുമായി അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും വർഗീയ കലാപങ്ങളും കൊടും കൊലപാതകങ്ങളും തുടർച്ചയായി അരങ്ങേറിയിരുന്നു. ഈ ഹിജാബ് ഇട്ട് വരുന്ന പെൺകുട്ടികളെ, ഈ കാവിഷാൾ അണിഞ്ഞു വരുന്ന ആളുകൾ ആക്രമിക്കുന്ന സംഭവം, ഹിജാബ് ഇട്ട് സ്കൂളിൽ വന്നാൽ അവിടുന്ന് പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ നിരവധിയായ വർഗീയ ഭാഷണങ്ങൾ അവിടെ ഇതുപോലെ തന്നെ പലയിടത്തും ശ്രീരാമസേന പോലെയുള്ള സംഘടനകളുടെ അഴിഞ്ഞാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത് ഈ പരിപാടിയൊക്കെ അവസാനിച്ചു. ഇപ്പോൾ കർണാടകയിൽ നിന്ന് വർഗീയ വിദ്വേഷവുമായി ബന്ധപ്പെട്ട് വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ചെറിയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു സംസ്ഥാനം സംഘപരിവാർ മുക്തമായപ്പോൾ സംസ്ഥാനത്തുണ്ടായ നേട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ തൊട്ടടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസം അവിടെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഉൾപ്പെടെ വിദ്വേഷ പ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ നടത്തിയാൽ തൂക്കി അകത്തിടുന്ന കർശനമായ നിയമം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ പറയുന്ന വർഗീയ പ്രചാരണം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണമൊക്കെ അവസാനിച്ചിട്ടുണ്ട്, ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP
CPM-നെ നോക്കിയിട്ട് CPM-കാർ വലിയ കുഴപ്പക്കാരാണ്, അവർ ഭരിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റ് കുട്ടിച്ചോറായി എന്നൊക്കെ പറയുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ കൂടി നമ്മൾ ചോദിക്കണം അവരോട്. അവിടെ മനസമാധാനമായി ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക്, സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? മനസമാധാനമായി ക്രിസ്മസ് ആഘോഷിക്കാൻ, ഒരു നബിദിനം ആഘോഷിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ചോദ്യമാണ്. ഹിന്ദു വിശ്വാസികളിൽ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് അവിടെ എല്ലാ അവകാശങ്ങളും കിട്ടുന്നുണ്ടോ? ദളിതരായിട്ടുള്ള ആളുകൾക്ക് തല്ല് കിട്ടാതെ പോകുന്ന ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ചോദിക്കണമെന്നേ. ഇപ്പോൾ സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര സുഖമായിരിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളെ, ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും സാധാരണ ജനങ്ങളെ ആരായാലും, സംഘപരിവാർ വന്നാൽ ഇവിടെ സ്വർഗ്ഗഭൂമിയാകും, എല്ലാവരും സമാധാനമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരെ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ, ഇതൊക്കെ ഒന്ന് കണ്ടുവെച്ചോ. മോദി പള്ളിയിൽ പോയതുകൊണ്ട് മോദിയുടെ അനുയായികൾ പള്ളിയിൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ പള്ളിക്കാരെ ചേർത്ത് പിടിക്കണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇരട്ടത്താപ്പാണ് മെയിൻ. വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ വീട്ടിലൊക്കെ കേക്കുമായിട്ട് പോവും, ക്രിസ്ത്യാനികളുടെ തോളത്ത് കൈയിടും, മുനമ്പത്ത് എന്തൊക്കെയോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു തരും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ നല്ല അടി കിട്ടും. ഇന്നലെ ഷോൺ ജോർജ് പാലക്കാട് കൊച്ചുകുട്ടികൾ നടത്തിയ ഒരു കലോത്സംഗത്തിന് നേരെ ഒരു ആക്രമണം നടന്ന സംഭവമായിട്ട് സംഘപരിവാറുകാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത്, മാന്യമായിട്ട് കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും, തല്ല് കിട്ടും. അതുപോലെ പള്ളി നടത്തിയ കരോളല്ല എന്ന് അച്ഛൻ പറഞ്ഞല്ലോ, പിന്നെ ആരാണ് ഇവിടെ കരോൾ നടത്തുന്നതെന്ന്? അത് കേരളത്തിലാണ് ഇയാളിത് പറയുന്നത്, ഷോൺ ജോർജ് പറയുന്നത്. BJP-യിലേക്ക് പോയിട്ട് കുറച്ചേ ആയുള്ളൂ, അപ്പോഴേക്കും അയാളുടെ കിളിയും നിലയൊക്കെ പോയി. അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു BJP നേതാവ് പറഞ്ഞാൽ എന്താ, ആ കുട്ടികൾ കള്ളു കുടിച്ചിരുന്നുവെന്ന്. ആലോചിച്ച് നോക്ക്. ആ കുട്ടികളെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് ന്യായീകരണങ്ങൾ ചമയ്ക്കുകയാണ് ന്യൂനപക്ഷ വേട്ടയ്ക്ക്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതേ പാലക്കാട്ട് സംഘപരിവാറുകാർ ഉൾപ്പെടുന്ന ഒരു സംഘം ബംഗ്ലാദേശി അല്ലേടാ എന്ന് ചോദിച്ചൊരു ഹിന്ദുവിനെ തല്ലിക്കൊന്നു. അതിലിവിടെ ഒരു സംഘപരിവാറുകാരനും ദേഷ്യം വരുന്നില്ല. അവരിപ്പോൾ ബംഗ്ലാദേശിൽ അടി കൊണ്ട് ഭരിക്കുന്നു ഹിന്ദുക്കളെന്ന് പറഞ്ഞ് കരയുക. ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ ബംഗ്ലാദേശി അല്ലേടാ എന്ന് ചോദിച്ചൊരു ഹിന്ദുവിനെ തല്ലിക്കൊന്നിരിക്കണം, തൊഴിലാളിയെ, പാവപ്പെട്ട തൊഴിലാളിയെ, ഒരു കേസ് പോലും ഇല്ലാത്ത ജോലി തേടി വന്നൊരു സാധാ മനുഷ്യനെ. അവിടെ മരിച്ചത് ഹിന്ദു ആണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു കുഴപ്പമില്ല, സംഘപരിവാറായാലും മിണ്ടുന്നില്ല. പക്ഷെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുക. മറ്റൊരു രാജ്യത്തെ കഥ പറഞ്ഞിട്ടാണ് ഇവിടെ കിടന്ന് കരയുന്നത്. അതെന്തോ ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ടാണ്, അധികാരമാണ്. അതിനുവേണ്ടി അവർ എന്ത് ഇരട്ടത്താപ്പും കാണിക്കും, എന്ത് ഹിന്ദു സ്നേഹവും പറയും. അതിനപ്പുറം അവർക്ക് മനുഷ്യനായി കാണാനുള്ള ഒരു കഴിവുമില്ല എന്നാണ് ഈ പറയുന്ന ആക്രമണങ്ങൾ കാണുമ്പോൾ മനസ്സിലാണ്ട്. ഇവരൊന്നും നിയന്ത്രിക്കാൻ ആ സ്റ്റേറ്റുകളിലെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ ആക്രമണം നടന്ന അതേ ഛത്തീസ്ഗഡിലാണ് ഇന്നാളെ 2 കന്യാസ്ത്രീകളെ, മലയാളികളായ കന്യാസ്ത്രീകൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ സംഘപരിവാറുകാർ വന്നിട്ട് ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ ഭരിക്കുന്നതൊക്കെ സ്വർഗ്ഗമാണെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത്. അതുപോലെ കേരളമാക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടന്മാരെ വേണ്ട എന്ന് പറഞ്ഞേക്കുക. കാരണം ഇതുപോലെയൊക്കെ കേരളത്തെ ആക്കാൻ എന്തായാലും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇന്നോ ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ കേക്ക് മുറിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്ഥാപനങ്ങളിൽ കേക്ക് മുറിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളിൽ കരോത്സംഗത്തിൻ്റെ കൂടെ നമ്മൾ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ കരോത്സംഗം നമ്മുടെ വീട്ടിൽ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടാകും, നമ്മൾ ചെറിയ സംഭാവന കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ കേക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ കുർബാന ഉണ്ടാവും, നമ്മൾ പലരും പങ്കെടുത്തിട്ടുണ്ടാവും പുലർച്ചെ. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഓരോ മലയാളിയും ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു മെറി ക്രിസ്മസ് എന്ന് പറയാനുള്ള അവകാശം പോലും ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇത്ര ഭയാനകമാണ് അവസ്ഥ. ആ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ക്രൈസ്തവരുടെ സംരക്ഷകർ സംഘപരിവാറുകാരാണെന്നും പറഞ്ഞ് ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും ഒക്കെ ഒരു ഇളിഞ്ഞ ചിരിയുമായിട്ട് ക്രിസ്ത്യാനികളുടെ പിറകെ നടക്കുന്നത്. ഇത് വിശ്വസിക്കാൻ കുറേയേറെ മണ്ടന്മാർ ഉണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ധൈര്യം. ഇനിയെങ്കിലും എല്ലാവരും തിരിച്ചറിയുക BJPയുടെ കള്ളത്തരത്തെ, ഇരട്ടത്താപ്പിനെ.